നമസ്കാരം. രാജ്യധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് CK ഫ്രാൻസിസ്. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം നടന്നു. KLM മുണ്ടത്തിയോട് യൂണിറ്റിൻ്റെ ജനറൽ ബോഡി യോഗം നടന്നു. സീനിയർ CLCക്ക് പുതിയ നേതൃത്വം. KCYM സംഘടന പതാക ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുയോഗം നടന്നു. കൈക്കാരൻ ശ്രീ റിക്സൺ ആളൂര് ഏവരെയും സ്വാഗതം ചെയ്തു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിൽ അടുത്ത ഊട്ടുതിരുനാളിന് നടത്തിപ്പ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ജനറൽ കൺവീനർ ബെന്നി പോൾ അയ്യങ്കേരി, ജോയിന്റ് കൺവീനേഴ്സ് ജോയ് ആളൂര്, വെറോണിക്ക ഫ്രാൻസിസ്, ജോയ് ചെറുവത്തൂര്, ജോസ് PP. KLM സംഘടനയുടെ ജനറൽ ബോഡി യോഗം നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLM ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. പ്രസിഡന്റ് ജോയ് ചെമ്പകശ്ശേരി അധ്യക്ഷനായ യോഗം വികാരി അഡ്വക്കേറ്റ് ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു. KLM അംഗങ്ങളുടെ മക്കൾക്ക് SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ചവർക്കും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും ആനിമേറ്റർ സിസ്റ്റർ റീബ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ആശംസ നേരുകയും ചെയ്തു. സ്നേഹവിരുന്നോടുകൂടി യോഗം സമാപിച്ചു. പുതിയ നേതൃനിരയുമായി സീനിയർ CLC. പ്രസിഡന്റ് അലീന N. ജോൺ, വൈസ് പ്രസിഡന്റ് ജോമോൻ ജോസ്, ജോമോൾ ജോഷി, സെക്രട്ടറി അമൽ റെയ്നു, ജോയിന്റ് സെക്രട്ടറി ആൽഫി ജോർജ്, ട്രഷറർ അഗസ്റ്റിൻ ജോയ്സൺ, ജനറൽ കോർഡിനേറ്റർ റെൻസൻ CF. പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ. ജൂലൈ 3 ദുക്രാന ദിനത്തിൽ KCYM സംഘടന പതാക ദിനം ആചരിച്ചു. കൺവീനർ ബിജു അയ്യങ്കേരി പതാക ഉയർത്തിയ യോഗത്തിൽ വികാരി മുഖ്യ സന്ദേശം നൽകി. വേലൂർ ഫൊറോന മാതൃവേദി കാൻസർ കെയർ കാരുണ്യ പദ്ധതി ഒരുക്കുന്നു. ക്യാൻസർ എന്ന മഹാവ്യാധി സാമ്പത്തികമായും മാനസികമായും തളർത്തുന്ന കുടുംബങ്ങളെ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ക്യാൻസർ കെയർ കാരുണ്യ പദ്ധതിയിലേക്ക് സംഭാവന നൽകുന്നവർക്കായി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ എരനെല്ലൂർ ലാ മരിയ പാരിഷ് ഹാളിൽ സുപ്രസിദ്ധ മജീഷ്യൻ സാമ്രാജ് അവതരിപ്പിക്കുന്ന മാജിക് ഷോ കാണുന്നതിന് അവസരമൊരുക്കിയിരിക്കുന്നു. മാമോദീസായുടെ സന്തോഷകരമായ ഈ വേളയിൽ ചിറ്റാട്ടുകര കിഴക്കൂട്ട് ലിയോ ക്ലിന്റ് റോസ്മേരി ദമ്പതികളുടെ മകൻ ഹെവൻ ക്ലിന്റിന് ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ചാനൽ. രണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന കൊള്ളന്നൂർ ഷിബു ക്രിസ്റ്റീന ദമ്പതികളുടെ മകൻ ഇവാൻസ്റ്റൺ ജോൺ ഷിബുവിന് ഹെവൻലി ബ്ലിസ് ചാനലിന്റെ ജന്മദിന ആശംസകൾ. ആറാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആലപ്പാട്ട് വിനോജ് മെൻവി ദമ്പതികൾക്ക് ആശംസകളുമായി ഹെവൻലി ബ്ലിസ്. 20ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആളൂർ ജോയ് സീന ജോയ് ദമ്പതികൾക്ക് ഹെവൻലി ബ്ലിസ് ചാനൽ എല്ലാവിധ ആശംസകളും നേരുന്നു. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പാണയങ്കാട്ട് തോമസ് ലില്ലി തോമസ് ദമ്പതികൾക്ക് ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെ വിവാഹ വാർഷിക ആശംസകൾ. വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ബിൽഡിംഗ് വാടകയ്ക്ക് വാഴപ്പള്ളി റെസിഡൻസി ആൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് മുണ്ടത്തിക്കോട്. അറിയിപ്പുകൾ. ജൂലൈ 13 ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം PTA ജനറൽ ബോഡി യോഗം നടത്തുന്നു. ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാന മധ്യേ 3/4 മണിക്കൂർ റവറൻ ഫാദർ ലിജോ ബ്രഹ്മകുളം CMI നയിക്കുന്ന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ അടുത്ത 3 വർഷത്തേക്കുള്ള PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതാണ്. എല്ലാ രക്ഷിതാക്കളും വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള യോഗത്തിലും പങ്കെടുക്കണമെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു. ജൂലൈ 16 പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്നു. ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുകുടുംബം യൂണിറ്റ് ചെറുവത്തൂര് തോമസ് ഗ്രേസിയുടെ ഭവനത്തിൽ. 3 മണിക്ക് സെൻറ് മേരീസ് യൂണിറ്റ് മാറോക്കി ചാക്കുണ്ണി ലാസറിൻ്റെ ഭവനത്തിൽ. 3:30 വിശുദ്ധ മിഖായിൽ യൂണിറ്റ് ചെറുവത്തൂര് ലോനപ്പൻ ജോർജിൻ്റെ ഭവനത്തിൽ. 3:30 സെൻറ് പീറ്റർ യൂണിറ്റ് കണനായ്ക്കൽ ഫ്രാൻസിസ് ഭാര്യ റീത്തയുടെ ഭവനത്തിൽ. 4 മണിക്ക് സെൻറ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂര് പൊറിഞ്ചു ഷാജുവിൻ്റെ ഭവനത്തിൽ. 4 മണിക്ക് സെൻറ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ചീരമ്പൻ ദേവസി ഡെന്നിയുടെ ഭവനത്തിൽ. 4:30 സെൻറ് അൽഫോൺസ യൂണിറ്റ് പാണയങ്കാടൻ ഔസേപ്പ് സണ്ണിയുടെ ഭവനത്തിൽ. 4:30 സെൻറ് സേവിയർ യൂണിറ്റ് ഇരുമ്പൻ അന്തോണി ഇനാശുവിൻ്റെ ഭവനത്തിൽ. 5 മണിക്ക് സെൻറ് വിൻസെൻ്റ് പോൾ യൂണിറ്റ് അറങ്ങാശ്ശേരി
വാറു സൈമന്റെ ഭവനത്തിൽ. 5 മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കൊളന്നൂര് ഔസേപ്പ് വർഗീസിന്റെ ഭവനത്തിൽ. 5:30 സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് മേക്കാട്ടുകുളം മാത്തൻ മേജോന്റെ ഭവനത്തിൽ. 5:30 സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ തോമ പ്രിൻസിന്റെ ഭവനത്തിൽ. 6 മണിക്ക് ക്രിസ്തുരാജ് യൂണിറ്റ് ചിറ്റിലപ്പള്ളി ദാവീദ് മാത്യുവിന്റെ ഭവനത്തിൽ. 6 മണിക്ക് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് തെക്കേക്കര ഹേമ റോബിൻസിന്റെ വീട്ടിൽ. ഈ ഞായറാഴ്ച നടക്കുന്ന യൂണിറ്റ് മീറ്റിംഗിൽ പുതിയ യൂണിറ്റ് ഭാരവാഹികൾ പ്രതിനിധി യോഗങ്ങളായി ഒരു പുരുഷനും ഒരു സ്ത്രീയും കൈക്കാരൻ പാനലിലേക്ക് ഒരാൾ എന്നിവരെ തെരഞ്ഞെടുക്കണമെന്ന് വികാരിച്ചൻ അറിയിക്കുന്നു. ഈ ആഴ്ചയിലെ വായനകൾ സെന്റ് പീറ്റർ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.